പാകിസ്ഥാനെ പുകഴ്ത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയിൽ പ്രതിഷേധം കടുക്കുന്നു. മണിശങ്കർ പാകിസ്ഥാന് വേണ്ടി PR വർക്ക് നടത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചു. പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി രാഹുലിനെ പിന്തുണച്ച സംഭവം ചൂണ്ടിക്കാട്ടിയ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലടക്കം കോൺഗ്രസ് SDP-യുടെയും PFI-യുടെയും പിന്തുണ സ്വീകരിച്ചതായും ആരോപിച്ചു. പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ഭാരതത്തിന്റെ സൈനിക സമ്പത്തിനെ ഇകഴ്ത്തുകയും ചെയ്യുന്ന വാക്കുകളാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കോൺഗ്രസ് നേതാവിന്റെ പാകിസ്ഥാൻ പിന്തുണ BJP ആയുധമാക്കി. മണിശങ്കറുടെ പ്രസ്താവനയ്ക്കെതിരെയും കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രീണന നയവും ചൂണ്ടിക്കാട്ടി BJP നേതാക്കൾ ആഞ്ഞടിക്കുകയാണ്. മണിശങ്കർ പാകിസ്ഥാന് വേണ്ടി PR വർക്ക് നടത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഇതിലൂടെ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും ആശയങ്ങൾ എന്താണെന്ന് വ്യക്തമാണ്. പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി രാഹുലിനെ പിന്തുണച്ച സംഭവം ചൂണ്ടിക്കാട്ടിയ മന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലടക്കം കോൺഗ്രസ് SDP-യുടെയും PFI-യുടെയും പിന്തുണ സ്വീകരിച്ചതായും ആരോപിച്ചു. And there are many such examples that reveal that this is a pattern, this is a embedded thinking in the Congress party to be Pakistan's defender and Pakistan's terrorism apologist. Vijay Wadetwar, a Maharashtra Congress leader, recently talked about how Hemant Karkare was killed not by Kasab, not by terrorists, but by another police officer. Digvijay Singh in 2611 talked about this not being a terror attack, but being an RSS conspiracy. The Pakistani foreign minister has officially recently supported Rahul Gandhi. Congress in these elections has openly taken support from known terror-linked organizations like SDPI, PFI. കോൺഗ്രസ് നേതാക്കൾ ഭാരതത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവരുടെ ഹൃദയം പാകിസ്ഥാനിലാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ രാജ്യം ഇതിന് ശക്തമായ മറുപടി നൽകുമെന്നും കൂട്ടിച്ചേർത്തു. ഭീകരാക്രമണത്തിന് കോൺഗ്രസ് ഒഴിവുകഴിവ് കണ്ടെത്തുകയാണെന്ന മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയ്ക്കെതിരെ സംബിത് പത്രയും തുറന്നടിച്ചു. ജനം, ഡൽഹി.